വടക്കഞ്ചേരിയിൽ പോലീസിനെ കത്തിവീശി പേടിപ്പിച്ച് കൊലക്കേസ് പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ സഹായിച്ച 2 പേരെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കഞ്ചേരി പ്രധാനി കുന്നത്ത് വീട്ടിൽ സഫർ, വടക്കഞ്ചേരി നായർകുന്ന ആമിന മനസ്സിൽ അനസ് എന്നിവരാണ് പിടിയിലായത്. പീച്ചി, മണ്ണുത്തി സ്റ്റേഷനുകളായി 8 കേസുകളിൽ പ്രതിയായ മഞ്ഞപ്ര വടക്കേതിൽ രാഹുലിനെ പിടികൂടാനായി തിങ്കളാഴ്ച വൈകിട്ട് 4-ന് മണ്ണുത്തി പോലീസ് വടക്കഞ്ചേരിയിലെത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ. രക്ഷപ്പെട്ട രാഹുലിനെ പോലീസ് കണ്ടെത്താനായിട്ടില്ല. ഒല്ലൂക്കര മുളയം സിനു ആന്റണിയെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ മണ്ണുത്തി പോലീസ് കാറിൽ വടക്കഞ്ചേരിയിലെത്തിയത്. ഡയാന ടവറിന് സമീപം സഫറിന്റെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറിക്കടയിൽ രാഹുൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ഇവിടെയെത്തി. പച്ചക്കറിക്കടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സിൽ നിന്നും രാഹുലിനെ പിടികൂടി പോലീസ് കയ്യാമം വെച്ചെങ്കിലും ഷർട്ടിടണമെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ച ശേഷം രാഹുൽ പെട്ടെന്ന് സമീപത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് വീശുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അക്രമാസക്തനായ രാഹുൽ കത്തികൊണ്ട് പോലീസ് എത്തിയ കാറിന്റെ ചില്ലും പൊട്ടിച്ചു. പോലീസ് പരിഭ്രമിച്ചു നിൽക്കുന്നതിനിടെ സഫർ രാഹുലിനെ ബൈക്കിൽ കയറ്റി കണ്ണമ്പ്രയിലെത്തിച്ചു. ഇവിടെ നിന്നും അനസ് കാറിൽ രാഹുലിനെ ഇരട്ടക്കുളത്തെത്തിച്ചു. ഇരട്ടക്കുളത്തെ കടയിൽ നിന്നും ഇരുമ്പ് മുറിക്കുന്നതിനുള്ള ഹാക്സോ ബ്ലേഡ് വാങ്ങി മറ്റൊരു പ്രതിയായ ജിബിന്റെ വീട്ടിലെത്തിച്ച് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, വടക്കഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ പി ബെന്നി, SI KA ഷാജു എന്നിവരുടെ നേതൃത്വത്തിൽ രാഹുലിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച 3-മത്തെയാളായ ജിബിനും ഒളിവിലാണ്. സഫറിനെയും അനസിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികൾ ഉപയോഗിച്ച ബൈക്കും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സഫറിന്റെ പേരിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10 കേസുകളുണ്ട്. അനസിന്റെ പേരിൽ 2 കേസുകൾ വടക്കഞ്ചേരി സ്റ്റേഷനിലുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.